ഇനി കുട്ടികൾ മാസായി ക്ലാസ്സിലേക്ക്. അറ്റ്ലസ് ഫാഷൻ. നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം സ്പെഷ്യൽ കൗൺസിൽ ചേരുമെന്ന് നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്. നഗരസഭാ കൗൺസിൽ യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. തുടർ നടപടിക്ക് സെക്രട്ടറിയെ കൗൺസിൽ യോഗം ഐക്യകണ്ഠേന ചുമതലപ്പെടുത്തി. ഇന്ന് നടന്ന നഗരസഭാ ബോർഡ് യോഗത്തിൽ മുഖ്യ അജണ്ടയായിട്ടാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് വിഷയം ചർച്ച ചെയ്തത്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡുമായി ഉള്ള വിഷയമാണ് ഇന്നത്തെ ഒരു പ്രധാന അജണ്ടയായിട്ട് ചർച്ചയ്ക്കെടുത്തത്. കഴിഞ്ഞ കൗൺസിലിൽ സെക്രട്ടറിയെ ഈ വിഷയം രണ്ട് DPR ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ രണ്ട് പ്ലാനും താരതമ്യ പഠനം നടത്തിയപ്പോൾ ചില സാമ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും അതിൻ്റെ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് രണ്ടുപേരുമായി ഒരു മധ്യസ്ഥ ശ്രമം സെക്രട്ടറി മുഖേന നടത്താനും ഒരാളെ പിൻവലിച്ച് എത്രയും പെട്ടെന്ന് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള താല്പര്യമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സെക്രട്ടറിയുടെ മധ്യസ്ഥ ശ്രമത്തിൻ്റെ റിപ്പോർട്ട് ചർച്ചയ്ക്കെടുക്കുക എന്ന് മാത്രമാണ് ഇന്നത്തെ അജണ്ടയിൽ ഉൾപ്പെട്ടിരുന്നത്. ആ മധ്യസ്ഥ ശ്രമത്തിൻ്റെ റിപ്പോർട്ട് ഇന്ന് സെക്രട്ടറി ചർച്ചയ്ക്കെടുത്തു. അത് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. ഇനി അടുത്ത് അധികം താമസിയാതെ ഒരു സ്പെഷ്യൽ കൗൺസിൽ പ്രത്യേക അത് മാത്രം അജണ്ട വെച്ചുകൊണ്ട് സ്പെഷ്യൽ കൗൺസിൽ കൂടി തീരുമാനമെടുക്കുന്നതാണ്. ഞങ്ങൾ അജണ്ട എന്നുള്ളത് എത്ര പെട്ടെന്നും നഗരസഭയിൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ഉയർത്തുക എന്നുള്ളത്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട 2 DPR നഗരസഭയിൽ സമർപ്പിക്കുകയും പണം കൈപ്പറ്റുകയും ചെയ്തതിനാൽ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ DPRുമായി ബന്ധപ്പെട്ട നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. ഇതിനായി കഴിഞ്ഞ 8-ന് നടന്ന ബോർഡ് യോഗം നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരുന്നു. സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ട് കൗൺസിൽ യോഗത്തിൽ വെച്ചു. 2 കക്ഷികളുമായി സംസാരിച്ചതിൻ്റെ വിശദാംശങ്ങളും റിപ്പോർട്ടിലുണ്ട്. DPR തയ്യാറാക്കിയ 2 പേരും പണം കൈപ്പറ്റിയതിനാൽ പണം തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടികളും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആദ്യം സമർപ്പിച്ചിരുന്ന DPR രണ്ടാമത്തെ കക്ഷി അതേപടി പകർത്തി നഗരസഭയ്ക്ക് സമർപ്പിക്കുകയായിരുന്നുവെന്ന് നിലമ്പൂർ ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി റിപ്പോർട്ട് നഗരസഭയ്ക്ക് നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത് DPR തയ്യാറാക്കിയ ഏജൻസിയോട് വിശദീകരണം ആവശ്യപ്പെടാനും ഇയാൾ കൈപ്പറ്റിയ പണം തിരികെ അടയ്ക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകാനും കൗൺസിൽ യോഗം തീരുമാനിച്ചു. ആദ്യം DPR തയ്യാറാക്കിയ ആൾ പുതിയ DPR തയ്യാറാക്കാൻ സന്നദ്ധനാണെങ്കിൽ അയാൾക്കോ അല്ലെങ്കിൽ പുതിയ ഏജൻസിക്കോ നൽകാനുള്ള നടപടികൾ എടുക്കാമെന്നും സെക്രട്ടറി വിശദീകരിച്ചു. കൗൺസിലുകൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമുക്ക് 2 പേർക്കാണ് നൽകിയിട്ടുള്ളത്. അതിൽ ആൾറെഡി ഒരാളെ ഒഴിവാക്കിയിട്ടാണ് മറ്റൊരാളെ നമ്മൾ ചെയ്തത്. നമ്മൾ ഫൈനൽ പരിശോധിച്ചപ്പോൾ മുൻപ് കൊടുത്ത സിയാദ് കേസറി എന്നിവർക്ക് കൊടുത്തത് അത് ക്യാൻസൽ ചെയ്തായിട്ടോ അത് പ്രോപ്പറായിട്ട് നോട്ടീസ് കൊടുത്ത് ക്യാൻസൽ ചെയ്തായിട്ടോ ഫൈനൽ കണ്ടിട്ടില്ല. ഒന്നത്. രണ്ടാമത്തെ വിഷയം, രണ്ടാമത് നൽകിയ ആള് കോപ്പി ചെയ്തതാണെന്ന് പറയുന്നു. കോപ്പി ചെയ്തതാണ് നമ്മളെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിപ്പോർട്ട് ചെയ്തു. ഈ വിഷയത്തിൽ ഞാൻ കേപ്പബിൾ അല്ല. അതുകൊണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് മാത്രമേ എനിക്ക് റിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് പ്രകാരം ഇത് കോപ്പിയാണ് എന്നുള്ള കാര്യത്തിൽ അനുമാനത്തിൽ എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ രണ്ടാമത് കൊടുത്ത ആൾക്ക് ആളുമായിട്ടുള്ള കരാറ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. കഴിഞ്ഞാൽ അയാൾ ചെയ്ത തെറ്റിനും കൂടെ നമ്മളും അത് അംഗീകരിച്ചു കൊടുക്കുന്ന നിലപാടിലേക്ക് എത്തും. ആദ്യത്തെ DPR മികവുറ്റതാണെന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ റിപ്പോർട്ടിലുണ്ട്. രണ്ടാമത്തെ DPR ഇതിന്റെ കോപ്പി പകർത്തിയതാണെന്നും പറയുന്നു. നിലവിലെ നടപടികൾ പൂർത്തീകരിച്ച ശേഷം ഇതിനായി സ്പെഷ്യൽ കൗൺസിൽ യോഗം ചേരും. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സിൽക്കിന് നിർമ്മാണ പ്രവൃത്തി നൽകാനും DPR തയ്യാറാക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ഭരണസമിതിയാണ്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണിതെന്നും ഇതുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ വരെ പൂർത്തീകരിച്ചതാണെന്നും നിലവിലെ ഭരണസമിതി ഇത് റദ്ദാക്കിയാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണമെന്നും CPI കൗൺസിലർ PM ബഷീർ പറഞ്ഞു. ആ സബ് കമ്മിറ്റിക്ക് തീർക്കാൻ പറ്റാത്തൊരു വിഷയം അല്ലെങ്കിൽ ആ സബ് കമ്മിറ്റിക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു വിഷയം തീർത്തും ചട്ടലംഘനമായിക്കൊണ്ടാണ് നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന്, സെക്രട്ടറി തീർക്കാൻ പാടില്ല. 2, ഈ കൗൺസിൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്താൻ പാടില്ല. അത് ഇത് വലിയ ഗൗരവമുണ്ട്, മോഷണ കുറ്റമാണ്. ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള DPR കോപ്പി അടിച്ച് നഗരസഭയിൽ കൊണ്ടുകൊടുത്തു എന്ന ഗൗരവമായിട്ടുള്ള ആരോപണമാണ് നിലനിൽക്കുന്നത്. സാധാരണ നിലക്ക് കേരള പോലീസ് അന്വേഷിക്കേണ്ട വിഷയമാണ്. പോലീസിന് നഗരസഭാ സെക്രട്ടറി കൈമാറേണ്ടതും അത് ആ നിലക്ക് പോലീസ് അന്വേഷിച്ച് അതിന്റെ ക്ലാരിറ്റി വരുത്തേണ്ടതുമാണ്. എന്തായിരുന്നാലും നഗരസഭാ സെക്രട്ടറി മദ്യം പറയാം, ലോകത്തെവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരു വിഷയത്തിൽ നഗരസഭാ സെക്രട്ടറി മദ്യം പറയുന്ന സാഹചര്യം
അങ്ങനെ ആദ്യത്തെ ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല വിഷയം തീർക്കും DPR ക്ഷണിച്ചു. കാരണം അന്നൊക്കെ DPR ലഭ്യമല്ല. താല്പര്യപത്രം ക്ഷണിച്ചു, 6 പേര് വോട്ട് ചെയ്തു, ഒരാൾ അംഗീകാരം കൊടുത്തു, ആരാ കൊടുത്തത്? കൗൺസിൽ എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട്, ആർക്കും യോജിപ്പില്ല. ഞാൻ ഉൾപ്പെടെ അംഗീകരിച്ചു, രണ്ടാമത് ടെൻഡർ കൊടുത്തു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന രണ്ടാമത് ഒരു DPR കൗൺസിൽ മുമ്പാകെ സമർപ്പിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില രേഖയിലുണ്ടെങ്കിൽ ഞാൻ അതിൽ വിളിച്ചു പോകും. എന്തായിരുന്നാലും മൂന്നാമത് ടെൻഡർ ക്ഷണിക്കാൻ തീരുമാനിച്ചത് ഈ കൗൺസിൽ ഐക്യകണ്ഠേനയാണ്. കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു വരി യോജിപ്പ് കൊടുക്കാതെയാണ് മൂന്നാമത് DPR ക്ഷണിച്ചത് എന്ന് പറഞ്ഞാൽ ആ ഭരണസമിതിയിലെ എല്ലാവർക്കും അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. ക്ഷണിക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ ഒരു DPR ഉണ്ടായിരിക്കെ മൂന്നാമതും DPR ക്ഷണിച്ചത് കൗൺസിൽ തീരുമാനപ്രകാരമാണെങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഒരു തരി വരി വിയോജിപ്പ് കൊടുത്തിട്ടില്ല. ഉദ്യോഗസ്ഥരാണ് വിളിച്ചത്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് എല്ലാ പിന്തുണയുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കണമെന്ന കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. A+ വിഷൻ, നിലമ്പൂർ. ആറ്റ്ലസ് സന്ദർശിക്കുന്ന എല്ലാ സ്കൂൾ കുട്ടികൾക്കും 12 സ്കെച്ച് പെൻ, പെൻസിൽ, കട്ടർ, എറേസർ എന്നിവ സമ്മാനം. ആറ്റ്ലസ് ഒരുക്കുന്നു കുട്ടികൾക്കായി കിടിലൻ ഓഫറുകൾ. ക്ലാസ്സിൽ മാസാവാം. ആറ്റ്ലസിനൊപ്പം സ്കൂൾ ബാഗുകൾ വാറന്റിയോട് കൂടി മാത്രം. സ്കൂൾ ബാഗുകൾ വാങ്ങുമ്പോൾ 3 കാമലിൻ നോട്ട്ബുക്ക് സൗജന്യം. 10 സ്കൂൾ കുട്ടികൾക്ക് നറുക്കെടുപ്പിലൂടെ 10 ടാറ്റ ന്യൂട്രോൺ സൈക്കിളുകൾ സമ്മാനമായി നേടാം. 10 നോട്ട്ബുക്കുകൾ വാങ്ങുമ്പോൾ 12 നോട്ട്ബുക്ക് സൗജന്യം. നിങ്ങൾക്ക് ലഭിക്കുന്നു 22 നോട്ട്ബുക്കുകൾ. 5 കാമലിൻ നോട്ട്ബുക്ക് വാങ്ങുമ്പോൾ 3 എണ്ണം സൗജന്യം. നിങ്ങൾക്ക് ലഭിക്കുന്നു 8 നോട്ട്ബുക്കുകൾ. സ്കൂബി ഡേ ബാഗുകൾക്ക് 15% ഓഫർ. കൂടാതെ ഒരു ക്യാച്ച് ബോൾ സൗജന്യമായി നേടാം. നഴ്സറി ബാഗുകൾ 99 രൂപയ്ക്ക് സ്വന്തമാക്കാം. ബ്രാൻഡഡ് പെൻസിൽ ബോക്സ് പൗച്ച് 19 രൂപ മുതൽ. കുട്ടികളുടെ സിംഗിൾ ഫോൾഡ് കുടകൾ 99 രൂപയ്ക്ക്. 3 ഫോൾഡ് കുടകൾ 199 രൂപയ്ക്ക്. പോഞ്ചോ റെയിൻകോട്ടുകൾ 49 രൂപയ്ക്ക്. ബ്രാൻഡഡ് ക്വാളിറ്റി റെയിൻകോട്ടുകൾ 99 രൂപ മുതൽ. ഡോംസ് കളർ കാൻഡി പെൻസിൽ 10 എണ്ണം പകുതി വിലയ്ക്ക്. കാമലിൻ ഇൻസ്ട്രുമെന്റ് ബോക്സ് 30% വിലക്കുറവിൽ സ്വന്തമാക്കാം. കൂടാതെ ഗേൾസ് ആൻഡ് ബോയ്സ് ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും. ഇനി കുട്ടികൾ മാസായി ക്ലാസ്സിലേക്ക്. അറ്റ്ലസ് ഫാഷൻ.